ബസൂക്ക എന്ന സിനിമയെ പോലെ നമ്മുടെ രാജ്യത്തിനും സ്വന്തമായൊരു കിടിലൻ ബസൂക്ക ഉള്ള കാര്യം നിങ്ങൾക്കറിയാമോ? രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ടാങ്കുകളെ നേരിടാനായി അമേരിക്കൻ സൈനികർ ഉപയോഗിച്ച റോക്കറ്റ് ലോഞ്ചറിന്റെ പേരായിരുന്നു ബസൂക്ക. 1980 വരെ ഇന്ത്യൻ സൈന്യം ഉപയോഗിച്ചിരുന്നത് റഷ്യൻ നിർമ്മിത റോക്കറ്റ് ലോഞ്ചറുകളായിരുന്നു. പിന്നീടാണ് സ്വന്തമായി റോക്കറ്റ് ലോഞ്ചർ നിർമ്മാണത്തിലേക്ക് ഇന്ത്യ കടക്കുന്നത്. 1999 കാർഗിൽ യുദ്ധത്തിലാണ് ഈ റോക്കറ്റ് ലോഞ്ചർ ആദ്യമായി ഉപയോഗിക്കുന്നത്. അന്ന് പാകിസ്ഥാൻ ടാങ്കുകളെ നിഷ്പ്രഭമാക്കിയ ഇന്ത്യയുടെ ആ റോക്കറ്റ് ലോഞ്ചറിന്റെ പേരാണ് പിനാക്ക. DRDO വികസിപ്പിച്ചെടുത്ത ഈ റോക്കറ്റ് ലോഞ്ചറിൽ 6 ലോഞ്ചറുകളിലായി 12 വീതം മൊത്തം 72 റോക്കറ്റുകൾ വഹിക്കാനുള്ള ശേഷിയുണ്ട്. അതുകൊണ്ട് വെറും 44 സെക്കൻഡുകൾക്കുള്ളിൽ 12 റോക്കറ്റുകൾ വരെ വിക്ഷേപിക്കാൻ ഇവയ്ക്ക് സാധിക്കും. നിലവിലെ പിനാക്ക MK11 വേരിയന്റുകൾക്ക് 75 കിലോമീറ്റർ വരെ ആക്യുറസിയുള്ള റേഞ്ചാണുള്ളത്. ടാറ്റയുടെ ടാറ്റ ട്രക്കുകളിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള പിനാക്ക MK11 വേരിയന്റുകൾക്ക് സാറ്റലൈറ്റ് ബേസ്ഡ് ഗൈഡൻസ്, അതുപോലെ തന്നെ ഏത് പ്രതികൂല ടെറൈനുകളിലും ഉപയോഗിക്കാൻ സാധിക്കുന്ന ശേഷി എന്നിവയുമുണ്ട്. ഇത് ഇവയെ ഇന്ത്യൻ സേനയുടെ ശക്തമായ ആയുധമാക്കി മാറ്റുന്നു.